ഞാൻ ഒരുപാട് ഇവിടെ കണ്ടൊരു കേസാണ്. പെൺകുട്ടികളും ആൺകുട്ടികളും ഞാൻ കണ്ടതാണ്. ഇവിടെ അവർക്ക് ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ഉണ്ടാകും, പക്ഷെ നാട്ടിലും അവർക്ക് ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ഉണ്ടാകും. എന്നിട്ട് നാട്ടില് ആളെ ഫോണില് വിളിക്കുക, ചക്കര പൊന്നെ തേനെ എന്നൊക്കെ പറയാ. എന്നിട്ട് ഇവിടെ വേറെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും. എന്നിട്ട് അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോ എന്താ ചെയ്യല്? എനിക്ക് അവര് അടുത്ത് പരിചയമുള്ള ഒരാളൊന്നല്ല. പക്ഷെ ഞാൻ എല്ലാ പെൺകുട്ടികളോടും പറയലുണ്ട്, പല പെൺകുട്ടികൾക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് മാരീഡ് മെൻ അവരോട് ഫ്ലേർട്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവള് വർക്ക് ചെയ്ത ടൈമിൽ അവളുടെ റെസ്റ്റോറൻറ്റിലെ 2 ഹെഡ് ഷെഫുമാരും 2 പേരും മാരീഡ്. എന്നിട്ട് ഇവളോട് ഇങ്ങനെ നമുക്ക് പുറത്തു പോയാലോ, നമുക്ക് ഹാങ് ഔട്ട് ചെയ്താലോ, അങ്ങോട്ട് ഇവള് ചോദിക്കും, അന്ന് നിങ്ങള് ഇവരുടെ വൈഫിന്റെ ഒരു പെർട്ടിക്കുലർ പേരുണ്ടാവും, അപ്പൊ നിങ്ങൾ വൈഫിനെയും കൊണ്ടുവരുമെന്ന് പറയുമ്പോഴേക്കും ഇവരിങ്ങനെ വൈഫിനെ എന്തിനാ കൊണ്ടുവരുന്നത്, അങ്ങനെ ഒരു ഇതായിട്ട്. പക്ഷെ അങ്ങനത്തെ പെൺകുട്ടികളുടെ ഒക്കെ ഞാൻ പറയലുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് വരികയാണെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ വൈഫിനെ അറിയിക്കും. Hey everyone, welcome back to the most underrated podcast in Malayalam, After Hours Malayalis. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാകും. ആ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും നിങ്ങളുടെ ഫേവറേറ്റ് പേഴ്സൺ. അന്നാ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് റൂംമേറ്റ് ആകുമ്പോൾ നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് അതേപോലെ തുടരുമോ അതോ തല്ലി പിരിയുമോ എന്ന് കുറെ ആൾക്കാർ ആലോചിക്കാറുണ്ട്. ഒരു 13 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തല്ലി പിരിഞ്ഞൊരു സ്റ്റോറി സെമീർ ഇതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനും സെമീറും 10 വർഷമായിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഞങ്ങളുടെ റൂംമേറ്റ്സ് ഒരു മാസത്തോളം റൂംമേറ്റ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ. അതെ, ഞങ്ങൾക്ക് എന്തൊക്കെ തമ്മിൽ ഇഷ്ടമാണ്, എന്തൊക്കെ തമ്മിൽ ഇഷ്ടമില്ല, എന്തൊക്കെയാണ് നല്ല റൂംമേറ്റ് ആണോ, ഇവൻ നല്ല റൂംമേറ്റ് ആണോ എന്നൊക്കെ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ നമ്മളുടെ ഒരു ഫ്രണ്ട് ചീറ്റ് ചെയ്താൽ നമ്മൾ അവനെ കട്ട് ഓഫ് ചെയ്യണോ, നമ്മൾ ഈ ചീറ്റ് ചെയ്യുന്ന അവന്റെ പാർട്ട്ണറിനെ അറിയിക്കണോ, അങ്ങനത്തെ പല ചോദ്യങ്ങളും ഞാൻ സിമിർ ഡിസഗ്രി ചെയ്ത പല പോയിന്റ്സും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കാൻ സൗദ റോൾ ദ ഇൻട്രോ മ്യൂസിക്. ഹേ ഗായ്സ്, ചിരിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള 2 ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പോഡ്കാസ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു ഫ്രണ്ട് ഈ അടുത്ത് ഒരു ഇമിഗ്രേഷൻ ഓഫീസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് ലിറ്ററലി അവരുടെ ജോബ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം കാനഡയിൽ PR വേണ്ടവർക്കും വർക്ക് പെർമിറ്റ് വേണ്ടവർക്കും പിന്നെ ബാക്കിയുള്ള ഇമിഗ്രേഷൻ റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് കസ്റ്റമേഴ്സ് വരും, അവർക്ക് സൊല്യൂഷൻ കൊടുക്കും. അതാണ് ലിറ്ററലി ഇത്. എൻ്റെ ഫ്രണ്ട് അവിടെ ഫ്രണ്ട് ഡെസ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് ആദ്യം കോൾ വരിക. കസ്റ്റമർ വിളിച്ചിട്ട് പറയും ഇതാണ് പ്രശ്നം എന്ന്. അപ്പോൾ ഫ്രണ്ട് കൺസൾട്ടൻ്റെ അടുത്തേക്ക് ഡൈവേർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഇവളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവളുടെ വർക്ക് പ്ലേസിൽ ഓരോരോ സ്റ്റോറീസ്, കാരണം ഓരോരുത്തർക്കും പല പ്രശ്നങ്ങളാണ്. അതിൽ ഒന്ന് ഞാൻ വിചിത്രമായി കേട്ട 2 കഥകൾ ഞാൻ പറഞ്ഞുതരാം. ഒരു കഥ എന്താന്ന് വെച്ചാല്, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇവിടെ ഹസ്ബൻഡിനെ മാരിയൊക്കെ ചെയ്ത് കല്യാണം കഴിഞ്ഞ് വന്നതാ. അങ്ങനെ ഹസ്ബൻഡിന് PR ഉണ്ട്, ഓൾസോ സൈമൾട്ടേനിയസ്ലി ആ പെൺകുട്ടിക്കും PR. എന്നിട്ട് ഈ വേറൊരു ആള് ഈ ഇമിഗ്രേഷൻ ഓഫീസിൽ വിളിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ്, എൻ്റെ ഗേൾ ഫ്രണ്ടിന് PR ഉണ്ട്, അപ്പൊ ഞാൻ അവളെ കല്യാണം കഴിച്ചാല് എനിക്ക് PR കിട്ടുമെന്ന്. അപ്പൊ ഇവര് പറഞ്ഞു കല്യാണം കഴിച്ച PR കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാള് ചോദിക്കാണ്, എൻ്റെ ഗേൾ ഫ്രണ്ടിന് അവളുടെ ഹസ്ബൻഡ് വഴിയാണ് PR കിട്ടിയത്, അപ്പൊ എൻ്റെ ഗേൾ ഫ്രണ്ട് ആ ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്തിട്ട് എന്നെ കല്യാണം കഴിച്ചാലും എനിക്ക് കിട്ടുമോ ചോദിച്ചു. ഇവരാകെ എന്റെ എന്തെല്ലാം ടൈപ്പ് ആൾക്കാരാ, എന്തല്ല സാഡ് റിയാലിറ്റി. ഞാൻ ഒരുപാട് ഇവിടെ കണ്ടൊരു കേസാണ്. പെൺകുട്ടികളും ആൺകുട്ടികളും ഞാൻ കണ്ടതാണ്. ഇവിടെ അവർക്ക് ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ഉണ്ടാകും, പക്ഷെ നാട്ടിലും അവർക്ക് ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ഉണ്ടാകും. എന്നിട്ട് നാട്ടില് ആളെ ഫോണില് വിളിക്കുക, ചക്കര പൊന്നെ തേനെ എന്നൊക്കെ പറയാ. എന്നിട്ട് ഇവിടെ വേറെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും. എന്നിട്ട് അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോ എന്താ ചെയ്യല്? എനിക്ക് അവര് അടുത്ത് പരിചയമുള്ള ഒരാളൊന്നല്ല, പക്ഷെ ഇങ്ങനെ കേട്ട് അങ്ങനൊക്കെ. പക്ഷെ അടുത്ത് പരിചയമുള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള ഈ കാണുക. അപ്പൊ ഈ ആ നാട്ടിലെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചിട്ട് സ്നിച്ച് ചെയ്യോ? ഞാൻ അവനോട് പറയും നീ ബ്രേക്കപ്പ് ആവണം, ഇത് ശരിയല്ല എന്നൊക്കെ പറയും. അന്തസ്സുണ്ടോടാ എന്നൊക്കെ ചോദിക്കും. എന്റെ കാര്യം നോക്കി അങ്ങനെ പറഞ്ഞാല് ചെലപ്പോ ഞാൻ ആ കുട്ടീനെ അറിയിക്കും. ദുഷ്ടനോ ഇവനൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്ത ആള്.
ഇവിടെ ഒരു ഗേൾ ഫ്രണ്ട്. പക്ഷെ പൊതുവെ ഒരു ഇതുണ്ടല്ലോ ഇങ്ങനെ വേറൊരാളുടെ മാരേജ് ലൈഫ് അല്ലെങ്കിൽ വേറൊരാളുടെ റിലേഷൻഷിപ്പിൽ നമ്മള് കയറി അധികം ഇടപെടരുത്. പക്ഷെ നമ്മളുടെ നീ പറഞ്ഞ സിറ്റുവേഷനിൽ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് അല്ലേ, ഒരു ഫ്രണ്ടിന്റെ ഉത്തരവാദിത്വം ഇല്ല നമുക്ക്. അപ്പൊ നമ്മൾ അവനോട് പറയാ, അതായത് നീ ചെയ്യുന്ന വളരെ വലിയൊരു തെറ്റാണ്, ലിറ്ററലി വൺ ഓഫ് ദ വേഴ്സ്റ്റ് തിങ്സ് യു ക്യാൻ ഡു ആണ്. അപ്പൊ പറയാം നീ ചെയ്യുന്ന വളരെ തെറ്റാണ്, നിനക്ക് അവർക്ക് തിരുത്താൻ ഒരു അവസരം കൊടുക്കുക. മറ്റത് പഠിച്ചോനോ കണ്ടാ സമീർ ജസ്റ്റിഫൈ ഒരു അവസരം. സമീർ ഫുൾ അപ്പോളജിസ്റ്റാ. ഇല്ല, ഞാൻ ഡെവിൾസ് അഡ്വക്കേറ്റ് ആവും. എന്നിട്ട് അവർക്ക് ചാൻസ് കൊടുക്കുക. അവര് തിരുത്തിയില്ലെങ്കിൽ നമ്മൾ ലിറ്ററലി ഒരാളുടെ ലൈഫ് സേവ് ചെയ്യാണ് അല്ലേ? അതല്ല അതിലും നല്ലത്. എനിക്കറിയില്ല, ചിലപ്പോ ഈ പെൺകുട്ടിക്കും നാട്ടിൽ എന്തെങ്കിലും സ്കിബിഡിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയില്ലല്ലോ. നീയാണെ എന്ത് ചെയ്യും? ഞാനാണ് ഇടപെടാൻ നിൽക്കൂല. അവരായി അവരുടെ ലൈഫ്. നിന്റെ ക്ലോസ് ഫ്രണ്ടാണ്. ക്ലോസ് ഫ്രണ്ട്. ഇതിപ്പോ ജയാന്റെ ഒക്കെ ആണെങ്കിലാണ് അത്ര ക്ലോസ് അല്ല. അത്ര ക്ലോസ് നമ്മള് ലിറ്ററലി ബ്രദേഴ്സ് അല്ലേ? ഇല്ല, ഞാന് എത്ര ക്ലോസ് ആണെങ്കിലും കാര്യമായിട്ടൊന്നും പറയാനോ നിൽക്കൂല. ഞാൻ ഇനിയിപ്പോ എനിക്ക് തോന്നാണ് ഇവന്റെ നാട്ടിലുള്ള പെൺകുട്ടി ഇവനെ ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട് അങ്ങ് സ്നേഹിക്കാണ്. പക്ഷെ ഇവന് അങ്ങനെ ഇവിടെ കുറച്ച് കളികളും നാട്ടിലും കുറച്ച് കളികളും പ്ലെയർ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഇവനോട് സംസാരിക്കും. പിന്നെ ഞാൻ ആ പെൺകുട്ടിനോട് പോയി പറയേ അപ്രോച്ച് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാൻ എല്ലാ പെൺകുട്ടികളോടും പറയലുണ്ട്, പല പെൺകുട്ടികൾക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് മാരീഡ് മെൻ അവരോട് ഫ്ലേർട്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവള് വർക്ക് ചെയ്ത ടൈമിൽ അവളുടെ റെസ്റ്റോറൻറ്റിലെ 2 ഹെഡ് ഷെഫുമാരും 2 പേരും മാരീഡ്. എന്നിട്ട് ഇവളോട് ഇങ്ങനെ നമുക്ക് പുറത്ത് പോയാലോ, നമുക്ക് ഹാങ് ഔട്ട് ചെയ്താലോ, അങ്ങോട്ട് ഇവള് ചോദിക്കും, അന്ന് നിങ്ങള് ഇവരുടെ വൈഫിന്റെ ഒരു പെർട്ടിക്കുലർ പേരുണ്ടാവും, അപ്പൊ നിങ്ങൾ വൈഫിനെയും കൊണ്ടുവരുമെന്ന് പറയുമ്പോഴേക്കും ഇവരിങ്ങനെ വൈഫിനെ എന്തിനാ കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു ഇതായിട്ട്. പക്ഷെ അങ്ങനത്തെ പെൺകുട്ടികളുടെ ഒക്കെ ഞാൻ പറയലുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് വരികയാണെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ വൈഫിനെ അറിയിക്കും. അതെന്താ അപ്പൊ നിന്റെ ഈ റൂൾസ് ഒന്നും അല്ലേ? മാരേജ് പറഞ്ഞാൽ വേറെ തന്നെ ഒരു കമ്മിറ്റ്മെന്റും വേറെ തന്നെ ഒരു ഇതാണ്. റിലേഷൻഷിപ്പ് പറഞ്ഞാൽ ഇപ്പൊ ലോങ് ഡിസ്റ്റൻസ് ആകുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ വരാം, ബ്രേക്കപ്പ് ആവാം. ഇതിപ്പം ഇപ്പൊ തന്നെ റിലേഷൻഷിപ്പ് അങ്ങനെയാണെങ്കിൽ എന്തായാലും അത് കല്യാണത്തൊക്കെ ഒന്ന് എത്താനുള്ള ചാൻസ് അവർക്ക് ഇതാക്കി അവരുടെ ലൈഫാണ് സ്പോയിൽ ആവുന്ന ആ ടൈമില് ആണ്. ഞാൻ ജസ്റ്റ് പെൺകുട്ടികളുടെ ഇത് പറയലുണ്ടെന്നുള്ളൂ, ഞാനായിട്ട് അങ്ങനെ ആക്ട് ചെയ്യാനോ നിൽക്കൂല. ഞാൻ ഇനിയിപ്പോ അവര് ചീറ്റ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ നടന്നോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഐ മൈൻഡ് മൈ ഓൺ ബിസിനസ്. അപ്പം നിന്റെ ഫ്രണ്ട് ആണെങ്കിലും ഞാൻ തന്നെ എനിക്ക് ആ ഒരു പെൺകുട്ടി ഇങ്ങനെ ഭയങ്കര സ്നേഹത്തിലാണെന്നൊക്കെ ആകുമ്പോൾ ഫ്രണ്ടിനോടൊന്ന് പറയും, നീ ചെയ്യുന്നത് അന്തസ്സുള്ള കാര്യമാണോ? അപ്പൊ അങ്ങനത്തെ അത്ര ഇമ്മോറലായ ഒരാളോട് ഫ്രണ്ട്ഷിപ്പ് നിനക്ക് കീപ്പ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല? ഇമ്മോറലായ ആളോട്, അതായത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ള ഒരാളായിട്ടാണ് നിനക്ക് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നത്? പല ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവും. ഇപ്പം ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബുക്സ് ഒക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാം, അതില് വൈക്കം മുഹമ്മദ് ബഷീർ ഫോർ സ്പീക്കിംഗ് കള്ളന്റെ 4 ആയിട്ടും സ്പീക്ക് ചെയ്തിട്ടുണ്ടാവും, വേശ്യയുടെ 4 ആയിട്ടും സ്പീക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാനും അങ്ങനെ ഇതിലാ വിശ്വസിക്കുന്നത്. നമുക്ക് പല ടൈപ്പ് ഫ്രണ്ട്സ് ഉണ്ടാവും. ഗുഡ് ഫ്രണ്ട്സ് ഉണ്ടാവും, ബാഡ് ഫ്രണ്ട്സ് ഉണ്ടാവും, എത്തിക്സ് ഇല്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടാവും, കുതികാല് കെട്ടുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും. എന്ത് കുതികാല് എന്നുവെച്ചാ? മറ്റേ കുതികാല് വെട്ടാ അറിയില്ലേ? കേട്ടാണ്, പക്ഷെ അതിന്റെ അർത്ഥം എനിക്കറിയാം. കുതികാല് വെട്ടാന്ന് ഒന്നുമില്ല, കുതിക്കണ കാലം ഏതാ കുതിരന്റെ. അപ്പം അതായത് ബാക്ക് ഇതാക്ക. പക്ഷെ അതല്ല, ഈ സിറ്റുവേഷനില് ജസ്റ്റ് ഒരു ഫ്രണ്ട് അല്ല, ഫ്രണ്ട് നീ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് ആവാൻ വലിയ പണിയൊന്നും ഇല്ല. ജസ്റ്റ് കുറെ പരിചയമുള്ള ആൾക്കാരുണ്ട്, അവരൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചീറ്റ് ചെയ്ത് നടക്കണ കണ്ടിട്ട് നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യേ. ഫ്രണ്ട്ഷിപ്പ് അവനെ തിരുത്താൻ ഒരു ചാൻസ് കൊടുക്കുക. തിരുത്തില്ലെങ്കിലോ ഇവിടെ 10-18 കൊല്ലായിട്ട് തിരുത്താത്തോ ഞാനൊന്നോട് പോയി പറയുമ്പോ 10-18 അല്ല, ഒരു ആളുടെ ലൈഫ് സ്റ്റൈൽ 10-18 കൊല്ലാണല്ലോ. ഇത്രയും കാലമായിട്ടും ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുന്ന ഒരാളോട് ഞാൻ അങ്ങോട്ട് പോയി പറയുമ്പോ ഓരങ്ങ് തിരുത്തുവോ? തിരുത്താൻ ചാൻസ് ഉണ്ട്. അതെ, തിരുത്തിയില്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഉള്ള ഒരാളാണ് നിനക്ക് നിന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ട് വേണ്ടത്. ക്ലോസ് ഫ്രണ്ട് ഈ സിറ്റുവേഷനിൽ നമ്മൾ ക്ലോസ് ഫ്രണ്ട് പറഞ്ഞിരുന്നു. എന്നാ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ തിരുത്താൻ ശ്രമിക്കും. പക്ഷെ തിരുത്താൻ ശ്രമിച്ചിട്ടും ഇതായില്ലെങ്കിൽ ഞാൻ പിന്നെ വലിയ കാര്യമാക്കില്ല, ഞാൻ ആ ഭാഗം അങ്ങോട്ട് ഒഴിവാക്കും. റിലേഷൻഷിപ്പ് പറഞ്ഞാല് ഒരാളുടെ ഒരു പേഴ്സണൽ സംഭവമാണല്ലോ.
അതിൽ ഫ്രണ്ട്സിനും കാര്യത്തിനൊന്നും ഒരിതില്ല. ഇപ്പം നാട്ടുകാരെ പറ്റിക്കണ ഒരു ബിസിനസ് ചെയ്യാണ്, അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഫുള്ള് ഡ്രഗ് ഡീലിംഗ് ആണ്, അല്ലെങ്കിൽ ഇവൻ ഫുള്ള് നാട്ടിലെ പിള്ളേർക്കും കൊച്ചു പിള്ളേർക്കൊക്കെ ഇപ്പൊ മയക്കുമരുന്ന് വിൽക്കാണ്. അങ്ങനത്തെ ഒരാളോടൊക്കെയാണ് ഓക്കെ. കാരണം അതൊരു പേഴ്സണൽ ഡീലായിട്ട് ഒതുങ്ങണില്ല, അത് വേറെയും പല ആൾക്കാരെ ഇത് എഫക്ട് ചെയ്യാണ്. ഇതും എന്താ ഒരാളെ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിനെ ഭയങ്കരമായിട്ട് കുറെ ആൾക്കാർ ചീറ്റിങ്ങിനതായിട്ട് സൂയിസൈഡ് വരെ ചെയ്യാറുണ്ട്. അപ്പൊ അതിനെ എഫക്ട് ചെയ്യുന്നില്ലേ? എന്നിട്ട് അതൊക്കെ എന്റെ തലേക്കാണ് അങ്ങോട്ട് വരുന്നത്. വേറൊരാള് പെൺകുട്ടി ചീറ്റഡായി, അവര് സൂയിസൈഡ് ചെയ്ത് കുറ്റക്കാരനാരാ? വെടി വെച്ചവനും വെടി വെക്കാൻ പോയവനല്ല, കണ്ടു നിന്നോനും കേട്ടു നിന്നോനോ കുറ്റക്കാരൻ. നിന്നെ അതല്ല അറിയുന്നത്. ഞാൻ പറയുന്നത് ഒരാള് ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് സിംബലൈസ് ചെയ്യുന്നുണ്ട്. ഒരാൾ ചീറ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ അയാൾ നമ്മളൊരു ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ അവനെ കറക്റ്റ് ചെയ്യാനൊരു ചാൻസ് കൊടുക്കുക. എന്നിട്ട് ഇവര് ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാള് എന്താ നമ്മളെയും ബാക്ക് സ്റ്റാബ് ചെയ്യാനും നമ്മളെയും ചീറ്റ് ചെയ്യാനും അയാളുടെ മോറൽസിന്റെ ഒരു അളക്കാനും പറ്റിയൊരു അവസരം. റിലേഷൻഷിപ്പ് ചീറ്റിംഗ് ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ ലസ്റ്റ് ആണല്ലോ മോസ്റ്റ് ഓഫ് ദ ടൈം. ഏതോട്ടെ ചീറ്റിംഗ്, റിലേഷൻഷിപ്പ് പറഞ്ഞാൽ എന്താ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അത് ഫ്രണ്ട്ഷിപ്പിൽ ആര് ചീറ്റിംഗ് വരാ അറിയണത്? റിയലി ബിലീവ്. ഇത് കേട്ട് നിൽക്കുന്ന ഓഡിയൻസിനോടുള്ള ചോദ്യമാണ്, എന്താണ് നിങ്ങളുടെ ഉത്തരം? നിങ്ങൾ ആരുടെ ഒപ്പീനിയൻ ആയിട്ടാണ് കൂടുതൽ? ഞാൻ മനസ്സിലാക്കി എന്താ വെച്ചാല് എല്ലാരും പറയും അങ്ങനത്തെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഞാൻ അവരണ്ട് ഒഴിവാക്കും, ഞാൻ അവരങ്ങോട്ട് കട്ട് ഓഫ് ചെയ്യും എന്നൊക്കെ എല്ലാവർക്കും ഒപ്പീനിയൻ ഉണ്ടാവും. പക്ഷെ പല ആളുകൾക്കും ഇതേപോലത്തെ ഇവരുടെ സർക്കിളിലെ പല ഫ്രണ്ട്സും ഉണ്ട്. പല ആൾക്കാർക്കും ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ 2-3 ഗേൾ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ പെൺകുട്ടികളെ 2-3 ബോയ് ഫ്രണ്ട്സിനെ ഹാൻഡിൽ ചെയ്യണവരും സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജ് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ കാണും. പക്ഷെ ഇന്നേ വരെ ഞാൻ ആ ഒരു ക്യാരക്ടറിന്റെ പേരും പറഞ്ഞിട്ട് ഒരാളും ആ ഒരു പേഴ്സണെ അഡ്വൈസ് ചെയ്യാനോ കട്ട് ഓഫ് ചെയ്യണതോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മോറലി ചിലപ്പോ എല്ലാരും പറയും ഇതാണ് ശരി, അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ കട്ട് ഓഫ് ചെയ്യണം, എന്തിനാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഫ്രണ്ട് എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ചുറ്റും തന്നെ ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട് സർക്കിളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരാൾക്ക് ഇപ്പൊ ഈ ഒരു സംഭവം പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലൊരാളെ മുഖം വന്നിട്ടുണ്ടാവും. പക്ഷെ അവരോട് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ കട്ട് ഓഫ് ചെയ്യാനുള്ള ബിഹേവിയറോ അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യാനുള്ള ബിഹേവിയറോ ഒന്നും ചെയ്തിട്ടുണ്ടാവൂല. അപ്പം അപ്പൊ നമ്മളെ ഓഡിയൻസിനോടാണ് ഇത്, നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. എനിക്ക് അറിയണം ഞാനിനിയിപ്പോ ഭയങ്കര സെൽഫ് റൈറ്റേഴ്സ് പോലെ അല്ല, നീ ചെയ്യണതാണ് ശരി, നിന്റെ ഭാഗത്താണ് ശരി. പക്ഷെ എന്ന് കരുതി ഈ ഒരു ഇത് കാരണം നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ട് കട്ട് ഓഫ് ചെയ്യാന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. കാരണം പല ആൾക്കാർക്കും റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന പല രീതിയിലാണ് അവർ കാണുന്നത്. എന്നോട് ഒരാൾ ഇങ്ങനെ വരെ ഡിബേറ്റ് ചെയ്തതാണ്, നമ്മള് മനുഷ്യന്മാര് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പോളിഗമസ് ആണ്. ഒരു മിഡീവൽ ടൈംസ് ഒക്കെ എടുത്തു നോക്കിയാല് ആണുങ്ങൾക്ക് പല പെണ്ണുങ്ങളോടും ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അത് പെണ്ണുങ്ങൾക്കും ഓക്കെ ആയിരുന്നു. കാരണം എല്ലാ ആനിമൽസ് എടുത്തു നോക്കുമ്പോൾ ആനിമൽസ് ഒക്കെ പോളിഗമസാ. വളരെ റെയർ ആയിട്ടാണ് ഒരു ആനിമലിന് ഒരു പാർട്ട്ണർ. ഇപ്പൊ ലയൺ എടുത്ത് നോക്കിയാലും ബാക്കിയുള്ളൊക്കെ നോക്കിയാലും പോളിഗമസാ. വാട്ട് മേക്സ് അസ് മോണോഗമസ് ഇസ് ദാറ്റ് നമ്മൾ സോഷ്യൽ ആനിമൽസ് ആണ്. നമ്മള് സൊസൈറ്റിയിൽ വന്നു, കമ്മ്യൂണിറ്റീസ് ബിൽഡ് ചെയ്തു, ഗൈഡ് ലൈൻസും കാര്യമൊക്കെ വന്നു. സോ മേ ബി വി ആർ ലൈക്ക് നമ്മള് ആ ഒരു ഐഡിയോളജി ഫോളോ ചെയ്ത് വന്നോണ്ട് വി ആർ ഫോഴ്സ്ഡ് ടു ഡു ദിസ്. പക്ഷെ ഒരു പക്ഷേ ചിലപ്പോൾ അതൊരു ഫ്രീ വേൾഡ് വേർ എവറിത്തിങ് വാസ് ഫെയർ എന്നാണെങ്കിൽ ചിലപ്പോൾ എല്ലാ മനുഷ്യരും വീണ്ടും പോളിഗമസിലോട്ടൊക്കെ തിരിച്ചു വരും. പോളിഗമസ് ആയിട്ടുള്ള കുറെ ആൾക്കാർ ഇവിടെ കാനഡയിലൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവരിപ്പം 2 പാർട്ട്നേഴ്സ് ഇത് എഗ്രി ചെയ്തിട്ട് അങ്ങനത്തെ ലൈഫ് സ്റ്റൈലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുമ്പോൾ അതിന് നമുക്കിപ്പം എന്റെ വാല്യൂസ് സെയിം അല്ല, ബട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, രണ്ടുപേരും ഓക്കെയാണ്. പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷനും ആ സിറ്റുവേഷനും നല്ല വ്യത്യാസം. ഇത് എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ ചീറ്റ് ചെയ്യാണ്, അയാൾക്ക് നമ്മൾ ഫോൾസ് പ്രോമിസ് കൊടുക്കുകയാണ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റ്മെന്റ് ആണ്, ഒരു പ്രോമിസ് ആണ്. ആ പ്രോമിസിലും ഒക്കെ ഉള്ള സംഭവം ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ലിറ്ററലി ആ ഒരു പേഴ്സണെ ചീറ്റ് ചെയ്യുകയാണ്. പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഓഡിയൻസിനോട് പറയാണ്, ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ചീറ്റിംഗ് ഈസ് ഓക്കെ എന്നല്ല. ചീറ്റിംഗ് വളരെ മോശമായ കാര്യമാണ്. ഒരിക്കൽ നിങ്ങൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇപ്പൊ സീയിങ് ഈച്ച് അതർ അല്ലെങ്കിൽ ഗോയിങ് ഓൺ എ ഡേറ്റ്, അതിൻ്റെ ഒക്കെ മീനിങ് വേറെ. പക്ഷെ റിലേഷൻഷിപ്പ് ഈസ് സോൾലി ഓൺ കമ്മിറ്റ്മെന്റ് ആൻഡ് ട്രസ്റ്റ്.
അപ്പം അങ്ങനെ റിലേഷൻഷിപ്പിലാണ് ചീറ്റിംഗ് ഈസ് റോങ്. പക്ഷെ എൻ്റെ വാദം ഇതായിരുന്നു. ഇപ്പം നമുക്ക് ഒരു ഫ്രണ്ട് ഹു ഓൾസോ ചീറ്റ്സ് ഓൺ ദെയർ പാർട്ട്ണർ എന്ന് കരുതി നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കട്ട് ഓഫ് ചെയ്യോ ഇല്ലയോ എന്നായിരുന്നു നമ്മുടെ സംസാര വിഷയത്തിൽ നിന്നും തെന്നിപ്പോകുന്നു. അതെ, അപ്പൊ അത് നിങ്ങൾ കമന്റ് ചെയ്യൂ. അതെ, വൺ ഇൻട്രസ്റ്റിംഗ് നമ്മൾ അങ്ങനെ ഡിസഗ്രി ചെയ്യാറില്ലല്ലോ ഒന്നിനും. നമ്മളിങ്ങനെ തത്ത പറയുന്ന പോലെ ഇവൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇവൻ പറയും. ഇതൊരു ഇൻസ്റ്റൻസ്. രണ്ടാമത്തെ ഒരു സ്റ്റോറി എന്താന്ന് വെച്ചാല് മൂന്ന് ഫ്രണ്ട്സ് ഏതൊരു ഈവനിങ് പോലെ ഏതൊരു സായാഹ്ന സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് അവര് നയഗ്ര ഫോൾസിന്റെ അടുത്തേക്ക് പോയി. നയഗ്ര ഫോൾസിന്റെ അടുത്ത് പോയി അവര് നയഗ്ര ഫോൾസ് ഒക്കെ കണ്ട് ഹാപ്പി ആയി. അങ്ങനെ അവര് തിരിച്ചു വരിക. ബെസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞു. അതെ, ഓ നയഗ്ര ഫോൾസ് വൺ ഓഫ് ദി സെവൻത് വണ്ടർ ആണോ? എന്റെ അമ്മ പിന്നെ എന്താണ് ഈ നയഗ്ര ഫോൾസ് വൺ ഓഫ് ദി സെവൻത് വണ്ടർ അല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അത് വിശ്വസിച്ചേ. അപ്പൊ നയഗ്ര എന്താ ഞാൻ വേറെ വലിയ വെള്ളച്ചാട്ടം ഒന്നും കണ്ടില്ല, പക്ഷെ ഒരു വണ്ടറാണ്. അങ്ങനെ വരിക. അതിൽ ഒരാള് കറക്റ്റ് വർക്ക് പെർമിറ്റിലാണ്, ഒരാള് സ്റ്റഡി പെർമിറ്റിലാണ്, ഒരാൾ പറഞ്ഞാൽ വിസിറ്റർ പെർമിറ്റ് ആണ്. പക്ഷെ ആളുടെ വിസിറ്റർ പെർമിറ്റ് എക്സ്പയർ ആയിട്ട് ആളൊന്നും കൂടി അപ്ലൈ ചെയ്തിക്കുക. അപ്പൊ അവർക്ക് അപ്ലൈഡ് സ്റ്റാറ്റസ് എന്നാ പറയാം, പക്ഷെ അവർക്ക് വേറെ സ്റ്റാറ്റസ് ഒന്നുമില്ല. അങ്ങനെ ഇവര് മൂന്നുപേരും പോയി നയഗ്ര ഫോൾസ് പോയി തിരിച്ചു വരുമ്പോ ഇവര് ഏതോ ഒരു ടേൺ മാറിയിട്ട് വേറൊരു ടേൺ എടുത്ത്. അങ്ങനെ വേറൊരു ടേൺ എടുത്ത് അവരിങ്ങനെ പൊക്കോണ്ടിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഇവര് റിയലൈസ് ചെയ്ത് എന്താണ്, ഇവര് വണ്ടി ഓടിച്ച് US ബോർഡറിൽ എത്തിയാണ്. അതായത് കാനഡ അങ്ങ് വിട്ടും ചെയ്തു, US എൻട്രായി. അപ്പൊ US എൻട്രായി അപ്പൊ തന്നെ അവര് ചെക്കിങ്ങും. സെമീർ പറയുന്ന പോലെ നമ്മൾ കുറെ ഓടിച്ചൊന്നും പോകണ്ട. ഈ നയാഗ്ര ഫോൾസ് പറഞ്ഞാൽ U ഷേപ്പിലാണ് ആ ഫോൾസ് ഉള്ളത്. അതിന്റെ ഒരു സൈഡ് കാനഡയും ഒരു സൈഡ് US ആണ്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മളൊന്ന് വഴി തെറ്റിയാൽ നമ്മൾ US എത്താനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അതെ, അങ്ങനെ പോലീസുകാർ നിർത്തിച്ച് ഇവരോട് കാര്യം എന്താണ് ഒക്കെ ചോദിച്ചു. അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങള് നയഗ്ര ഫോൾസ് കാണാൻ വന്ന അറിയാതെ വന്നാണെന്നൊക്കെ. അങ്ങനെ ഇവരുടെ ID സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്ത്, സ്റ്റാറ്റസും ID ഒക്കെ ചെക്ക് ചെയ്തപ്പോ ഒരുത്തന് അപ്ലൈഡ് സ്റ്റാറ്റസാ. അപ്പൊ അപ്ലൈഡ് സ്റ്റാറ്റസ് ആയുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് അവൻക്ക് ഇനി ഒരു ചോയ്സ് ഉള്ളൂ. അവൻക്ക് കാനഡയിലോട്ടും പോകാൻ പറ്റൂല, കാരണം കാനഡയിൽ അവനക്കൊരു പെർമിറ്റ് ഇല്ല, അവൻ അപ്ലൈഡ് സ്റ്റാറ്റസിലാണ്. അവന് US നിൽക്കാൻ പറ്റൂല, കാരണം അവന് US ഒന്നും ചെയ്യാനില്ല. അപ്പൊ അവൻക്ക് ആകെ ഒരു ചോയ്സ് ഉള്ളൂ. ഒന്നെങ്കില് 5 ദിവസം ഉണ്ട്, 5 ദിവസത്തിന്റെ ഉള്ളില് ഒരു കനേഡിയൻ ലേഡിനെ കല്യാണം കഴിച്ചാല് അവൻക്ക് കാനഡയ്ക്ക് തിരിച്ചു വരാം. അല്ലെങ്കിൽ ഇവന് നാട്ടിക്ക് ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് നാട്ടിൽ പോയിട്ട് വീണ്ടും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് പൈസ ഒക്കെ അടച്ചിട്ട് വീണ്ടും വരിക. എന്നിട്ട് ഇവര് ഈ ഇമിഗ്രേഷൻ ഓഫീസിൽ വിളിക്കണേന്നെ ഇവര് അടക്കാൻ നിക്കണേന്റെ ഒരു 10 മിനിറ്റ്സ് മുന്നേ എന്നിട്ട് ഇവര് വിളിച്ചിട്ട് അടക്കല്ലേ, വളരെ ഒരു ഗുരുതരമായ പ്രശ്നത്തിലാണ്, ഞങ്ങളൊരു 20 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞ് എത്തി. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇവര് US ആ ബോർഡറിന്ന് പറഞ്ഞയച്ചത് തന്നെ അവിടുന്ന് ഈ പയ്യന്റെ ടിക്കറ്റ് എടുത്തതിന്റെ ശേഷം. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്ക, വെറുതെ നിക്കുമ്പോ ഇവര് ഫ്രണ്ട്സ് പ്ലാൻ ചെയ്ത് നയഗ്ര ഫോൾസ് പോയി അവന്റെ ലൈഫ്. നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഒരാളാണെങ്കിൽ അറിയാം, ഞാനും സെമീർ വേറെ വേറെ സിറ്റീസിലാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ കുറച്ച് കാലമായിട്ട് എന്നുള്ള പോലെ ഞാനിവിടെ സെമീറിന്റെ വീട്ടിലുണ്ട്. 2 ഫാക്ട് ഉണ്ട്. ഒന്ന് എന്താന്ന് വെച്ചാൽ 8th ക്ലാസ് മുതൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സാ, പക്ഷെ ഇന്ന് വരെ നമ്മളൊരു ക്ലാസ്മേറ്റ്സ് ആയിട്ട് ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടില്ല. ആകെ ഒരു ഇയർ അറ്റ മലയാളം ക്ലാസ് എന്തോ കോമൺ ആയിട്ട് വന്നിട്ടുള്ളൂ. അതെ, പിന്നെ നമ്മൾ കാനഡയിൽ എത്തിയിട്ടാണെങ്കിലും നമ്മൾ ഫ്രണ്ട്സും അല്ലായിരുന്നു. എന്ന് 5th 4th അല്ലേ? 5th ഞാൻ എൻ്റെ ഒപ്പം വന്നിട്ടില്ല. ഉഷ മാം 4th ഉഷ മാം. എനിക്ക് 5th ഉഷ വരുന്നല്ലോ. ആണ് 5B4 ആയി? 5B6 ആയിരുന്നു. എന്നാ ഞാൻ 5B2 ആയിരുന്നു. ഞങ്ങൾ 5B4 ആയിരുന്നു പോവല്. ഞങ്ങളും ചിലപ്പോ വേറെ എനിക്കറിയില്ല, ഇറലവന്റ്. അതെ,
അതൊക്കെ പോഡ്കാസ്റ്റ് ഇല്ലാത്ത സമയത്ത് സംസാരിക്കാം. ഇത് ആൾക്കാർ ഇവര് 5B4 ആയിരുന്നോ 5B2 ആയിരുന്നോ, വൺ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ. പിന്നെ കാനഡയിൽ വന്നിട്ടാണെങ്കിലും ജയാന് ഞാൻ നിൽക്കുന്ന വീടിന്റെ ഒരു 6 കിലോമീറ്റേഴ്സ് അപ്പുറത്തായിരുന്നു. പിന്നെ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോ ജയാന് ടൊറോണ്ടോ ഭാഗത്തോട്ട് മൂവ് ഔട്ട് ചെയ്ത്. സോ ഞങ്ങൾ ഇന്നേ വരെ ഒരുമിച്ച് താമസിച്ചിട്ടില്ല, ഒരു ക്ലാസ്സിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഞങ്ങള് ഹൗസ് മേറ്റ്സ് അല്ല, റൂം മേറ്റ്സ്, ലിറ്ററലി ഒരു റൂം ഷെയർ ചെയ്തിട്ടാണ് ഞങ്ങള് നിൽക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചത്, ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ആലോചിക്കലുണ്ട് എന്താണ് സമീറിന് എന്നെ കുറിച്ചുള്ള ഒരു അഭിപ്രായം റൂംമേറ്റ് ആയിട്ട്. പക്ഷെ ഞാൻ ഇവനോട് ചോദിക്കില്ല, കാരണം ഇവന്റെ ആൻസർ എനിക്ക് പോഡ്കാസ്റ്റിൽ കിട്ടണം. അപ്പൊ ഞാൻ ഇവനോട് ചോദിക്കല്ല. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇവന് പറഞ്ഞ് നമ്മള് അടിപൊളി റൂംമേറ്റ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഞാൻ എത്ര കാലം എനിക്ക് ലിറ്ററലി അറിയില്ല ഇവന് ഒന്നും മാന്യതയുടെ പുറത്തൊന്നും പറയാതൊക്കെയാണോ അതോ ഇവന്റെ ലിറ്ററൽ അഭിപ്രായം ഇതാണോ. അപ്പൊ അടിപൊളിയാണെന്നാണ് എനിക്ക് ആശ്വാസം. അപ്പൊ ഞാൻ പറഞ്ഞു പോഡ്കാസ്റ്റ് പറയാതെ പറഞ്ഞു. അപ്പൊ എന്നിട്ട് സമീർ പറയൂ. ഞാൻ ഇതിന്റെ മുന്നേ ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടോടെ ഞാൻ റൂം ഷെയർ ചെയ്തിട്ടുണ്ട്. ആരാണത്? നമ്മള് ഇൻട്രോ മ്യൂസിക് പ്ലേ അന്ന് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അത്ര ഒരു പ്ലസന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ആൾ അടിപൊളിയായിരുന്നു. നമ്മൾ ഒരു മാസത്തോളം 12th ഗ്രേഡ് പഠിക്കുമ്പോ ഞാൻ ഇവന്റെ വീട്ടിലായിരുന്നു സൗത്ത് നിന്നുണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു സൗത്തിന്റെ പോരായ്മ? അല്ല, സൗത്തിന്റെ അങ്ങനത്തെ ഒന്ന് പറഞ്ഞാല് അന്ന് നമ്മള് അഡൾട്ട്സ് അല്ല, നമ്മളന്ന് 17-18 ഏജാ. അപ്പം ഇവന് മെയിൻ ആയിട്ട് എനിക്ക് ഭയങ്കര ഇക്കുണ്ടായിരുന്നത് കുളിച്ച് കഴിഞ്ഞിട്ട് മറ്റേ തോർത്തുമുണ്ട് നനഞ്ഞതും ബെഡിലോടെങ്കിലൊക്കെ ഉണ്ടോ, അത് ഭയങ്കര ഇക്കായിരുന്നു. പിന്നെ വാഷ്റൂമിൽ ഇവന് കുളിക്കാനൊക്കെ പോവാണെങ്കിൽ ഉണ്ടാവും മറ്റേ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടാവും. പക്ഷെ നൈസ്. ഞങ്ങൾ ആ ഒരു മാസം കാരണം അന്ന് ഇതേപോലെ നമ്മൾ ആദ്യമായിട്ടാണ് ബെസ്റ്റ് ഫ്രണ്ട്സിനോട് ഇത്ര കാലം നിക്കണേ. അപ്പൊ നമ്മൾ ഇതേമാതിരി ലേറ്റ് നൈറ്റ് ഒക്കെ ആകുമ്പോ എന്റെ ഉമ്മയും ഉപ്പയൊക്കെ ഉറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ സ്നീക്ക് ചെയ്യും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. ഇങ്ങോട്ട് ഇതേപോലെ എവിടെയെങ്കിലൊക്കെ ഫുഡ് കഴിക്കുക, അവിടെ പോവാ ഇവിടെ പോവാ, അങ്ങനെ മൊത്തത്തിലൊരു വെക്കേഷൻ ടൈം പോലെയായിരുന്നു. പിന്നെ ഇങ്ങനെ കുറച്ച് എസ്പെഷ്യലി നമ്മള് സ്കൂളിലൊക്കെ ആകുമ്പോൾ നമ്മളുടെ ഒരു വലിയത് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിന്റെ അവിടെ സ്റ്റേ ഓവർ സ്ലീപ്പ് ഓവർ ഒക്കെ ആയിരിക്കും. അപ്പൊ അത് അങ്ങനെ എപ്പോഴും ചെയ്യാൻ പറ്റുക വൻ അടിപൊളിയാകും. അതെ, നൈസ് ആയിരുന്നു. ഞങ്ങൾ അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടാണ് അടിപൊളിയായത്. അടിച്ച് എന്നിട്ട് അപ്പൊ ഞാൻ എങ്ങനെയാണ് റൂംമേറ്റ് ജയാന്റെ എനിക്ക് ഫീൽ ചെയ്തത് എന്താ വെച്ചാൽ ആദ്യത്തെ ഒരു 1 വീക്കൊക്കെ ഞാൻ ഇവന്റെ വീട്ടിൽ വന്നിട്ട്, കാരണം ഇത് ഡൈനാമിക്സ് ചിലപ്പം വൻ ഡിഫറെന്റ് ആവും. പക്ഷെ അതല്ല, ഫസ്റ്റത്തെ ഒരാഴ്ച എനിക്ക് പനിയായിരുന്നു. സ്റ്റാർട്ടിൽ തന്നെ ഞാൻ വന്ന ആ ദിവസം എനിക്ക് പനിയായി. ഇനീഷ്യലി വന്ന ടൈമിലൊക്കെ ഞാൻ കുറച്ചൊരു ഭയങ്കര ഒരു ഫോർമൽ, ഇതെവിടെ വെക്കുക, ഇത് അങ്ങനെ ഭയങ്കര ഫോർമാലിറ്റി പോലെയും തോന്നിയേ. പിന്നെ ഞാനും വിചാരിച്ചു, കാരണം ഡൈനാമിക്സ് വളരെ ഡിഫറെന്റ് ആവും ഈ റൂമിന്റെ റെന്റ് ഞാനും ഇവനും സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ. കാരണം അപ്പൊ രണ്ടുപേർക്ക് ഈക്വൽ റൈറ്റ്സ് ആയിരിക്കും. അപ്പൊ ചിലപ്പോ ഈ ചോദ്യങ്ങൾ ഉണ്ടായിക്കോളില്ല. പക്ഷെ ഇത് പിന്നെ ഇവന്റെ വീട്ടിൽ വന്നിക്കണം, പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാണല്ലോ. അപ്പൊ ഇനീഷ്യൽ ഡേയ്സിൽ ഇങ്ങനെയായിരുന്നു. പിന്നീട് കഴിഞ്ഞപ്പോഴും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഉറങ്ങുമ്പോ സ്നോറിങ് ഇല്ല, എനിക്കാണെങ്കിലും സ്നോറിങ് ഇല്ല. അപ്പം അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ സംഭവമായിരുന്നു. പിന്നെ ആണെങ്കിലും ഇനിയിപ്പോ വീട്ടിലുണ്ട് അടിച്ചിട്ട് തന്നെ നമ്മളെ പ്രൈവറ്റ് സ്പേസിലൊക്കെ വന്നാണ് എപ്പോഴും രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് എന്നുള്ള പോലെ അല്ലായിരുന്നു. ഇപ്പൊ ഇവൻക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവന്റെ ടൈമും പിന്നെ എന്റെ ടൈമും അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തില് അടിപൊളിയായിരുന്നു. എനിക്ക് ഇതുവരെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഒരാൾക്കും കൂടി ഒരു സ്പേസ് കൊടുക്കുന്നു, റൂമിൽ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ഇന്ന് പറഞ്ഞോളൂ. നമ്മള് ഇവന്റെ വീട്ടിൽ അപ്പൊ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോ മിക്ക ദിവസം ഇവന്റെ വീട്ടിൽ, എന്റെ വീട്ടിനേക്കാളും. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്റെ വീട്ടിൽ പോയപ്പോ ഞാൻ TV ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ഞാൻ അന്ന് സെമിനാറോട് നമ്മളെ റൂമൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം, TVക്ക് ഒരു നല്ല പൊസിഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കായിരുന്നു. ഞാന് നിന്റെ റൂംമേറ്റ് ആയിട്ട് ഞാൻ നോട്ടീസ് ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ, ഒന്ന് ഫസ്റ്റത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റത്തെ 1 വീക്ക് എനിക്ക് പനിയായിരുന്നു. അപ്പൊ ഫസ്റ്റത്തെ 1 വീക്ക് ഇവ ഫോൺ വിളിയായിരുന്നു. അപ്പൊ ഞാൻ വെച്ച പഠിച്ച തമ്പുരാൻ എങ്ങനെ ആവും. അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, സെക്കൻഡ് ഡേയോ ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് ഞാൻ ഓണരുന്ന് തന്നെ നിന്റെ ഫോൺ വിളി കേട്ടിട്ടാ.
അപ്പൊ ഞാൻ പടച്ചോനെ എങ്ങനെയാണോ എന്റെ കൂടെ താമസിക്കാന്ന് വിചാരിച്ചേ. പിന്നെ എനിക്ക് പനി മാറിയപ്പോ പിന്നെ അതൊന്നുമില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പനിയായോണ്ട് ഞാൻ ഒരു മൂലൊക്കെ കിടക്കാണ്. അപ്പൊ പിന്നെ അങ്ങനെ ഫോമിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. പിന്നെ ഞാനും പനിയൊക്കെ മാറിയപ്പോ പിന്നെ സെറ്റായി. പിന്നെ വേറെന്താ, ഫുഡ് ചെക്ക എപ്പോഴും സെറ്റാ. എന്തെങ്കിലും ഇത് ഇവ കുക്കൊന്നും ചെയ്യൂല, പക്ഷെ എങ്ങനെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടായി സെറ്റ് ആക്കും. പിന്നെ ഇവന് എല്ലാം എളുപ്പ വഴി അറിയാം ഫുഡ് പെട്ടെന്ന് സെറ്റാക്കാന്. മടിയേ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറഞ്ഞ പോലെ അത് ഇവ ഇങ്ങനെ മറ്റേ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന വൺ ഫാസ്റ്റാ. പിന്നെ 3 എന്ന് പറഞ്ഞാൽ ഞാൻ നോട്ടീസ് ചെയ്ത സംഭവം എന്ന് പറഞ്ഞാല് ഇവനും ഞാനും ഫുഡ് ഭയങ്കര ഫാസ്റ്റായി കഴിക്കുന്ന ഒരാളാണ് ബാക്കിയുള്ളവരൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ ഇവന് എന്നെക്കാളും ഫാസ്റ്റ് ആയിട്ടാ കഴിക്കുക. അത് ഞാൻ പണ്ട് എനിക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം നോട്ടീസ് ചെയ്ത ഇവന് ഫുഡ് തിന്നല്ല, ഫുഡ് ഇൻഹേൽ ചെയ്യാ. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്നു വിചാരിച്ചോ. അപ്പം ഞങ്ങളിങ്ങനെ കഴിച്ചു തുടങ്ങാൻ വിചാരിച്ചോ. അപ്പോൾ ഇവൻ പറയും എടാ വെള്ളം എടുത്തില്ല. അപ്പൊ ഞാൻ വെള്ളം എടുത്തു തരാം. ഞാൻ വെള്ളമൊക്കെ ഒന്ന് എടുത്ത് ഒരു കുപ്പിയൊക്കെ ഒന്ന് പൊട്ടിച്ച് കുടിക്കാൻ വേണ്ടി ഇവന്റെ പ്ലേറ്റിൽ നോക്കുമ്പോത്തിന് ഇവൻ വിരലൊക്കെ ഇങ്ങനെ ഇവൻ തിന്ന് കഴിഞ്ഞ് ഇവൻ പോവാ റെഡിയാ. ഫാസ്റ്റ് ഇങ്ങനെ ഒരു ഫാസ്റ്റുള്ള തീറ്റ ഞാൻ കണ്ടില്ല. എന്നോട് ഇന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് എന്റെ ക്ലാസ്സിലൊരു ഫ്രണ്ട് ഉണ്ട്, കരൺ എന്ന് പറഞ്ഞിട്ട്, കർണാടകയുള്ള പയ്യനാ, ബാംഗ്ലൂർ. അപ്പൊ ഇവനും ഞാനും ഫുഡ് കഴിക്കാൻ പോയി. കോളേജിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെസ്റ്റോറന്റും കാര്യമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളവിടെ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഇതേപോലെ തന്നെ ഇവന് ബർഗറും ഫ്രൈസും ആയിരുന്നു. ഇവൻ ബർഗർ ഒരു 2 ബൈറ്റൊക്കെ എടുത്ത് ഫ്രൈസ് ഒക്കെ കഴിച്ചപ്പോ നിന്റെ ഫുൾ മീല് കഴിയുന്നു. അപ്പൊ ഇവനെ അറിയാം ഞാൻ. അപ്പൊ എന്നോട് ചോദിച്ച് ഈ എല്ലാ ഫുഡും ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കല, അതോ ഇനിയിപ്പോ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ആയതുകൊണ്ട് വേഗം കഴിക്കും. അപ്പൊ എല്ലാ ഫുഡും ഏകദേശം ഈ ഒരു ടൈമിൽ തന്നെയൊക്കെയാണ്. ഇങ്ങോട്ട് പോകാൻ പറയാ എന്റെ ഫാമിലിയിൽ ഞാനാണ് ഫാസ്റ്റസ്റ്റ് ഈറ്റർ, എന്നെക്കാട്ടിലും ഫാസ്റ്റ് ആയി തിന്നുന്ന ഒരാളെ. ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ പിസ്സയാണ് വിചാരിച്ചത് നമ്മൾ കൊണ്ടുവന്നത്. അപ്പൊ പിസ്സ കഴിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഫ്ലേവർ ഇതൊക്കെ ഇങ്ങനെ ഇതാക്കി കഴിച്ച് ഇങ്ങനെ വന്ന് അടുത്ത സ്ലൈസ് എടുത്ത് അപ്പൊ ഇവ വല്ല ഇതെന്റെ ടു ഡു ലിസ്റ്റിൽ ടിക്ക് ചെയ്യണം എന്നുള്ള പോലെ ലഞ്ച് ഡൺ എന്നുള്ള പോലെ വൺ ഫാസ്റ്റാ. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ രണ്ടാൾക്കാരും വൻ ലോ മെയിൻ്റനൻസ് ആണ്. അതെ, വൻ ലോ മെയിൻ്റനൻസ് ആണ്. അപ്പൊ എന്താന്ന് വെച്ചാല് നമുക്ക് അങ്ങനെ ഒരു ഇത് ഇങ്ങനെ തന്നെ ഈ റൂമിൽ പാടുള്ളൂ അങ്ങനെയൊന്നും ഇല്ല. ഒന്ന് അങ്ങോട്ടോ മാറിയാലൊന്നും പ്രശ്നമില്ല. പിന്നെ രണ്ടാമത്തെ പറഞ്ഞാല് നമ്മളും അതായത് നമുക്കും ആ ഒരു എറ്റിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് രാവിലെ എഴുന്നേറ്റാല് ബ്ലാങ്കറ്റ് മടക്കി വെക്കുക, അങ്ങനത്തെ ബേസിക് എറ്റിക്കറ്റ്സ് ഒക്കെ ഫുള്ള് നമുക്കുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നനഞ്ഞ തോർത്ത് ഇതില് ബെഡിലിടാതെ അങ്ങനത്തെ ഒക്കെ. അപ്പൊ സെറ്റാണ്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ്ങും എനിക്കൊരു ഇൻറ്റു 100 ആയിട്ട് തോന്നി. ഒരു ലിറ്ററലി ഒരു അഡൾട്ട്സ് അണ്ടർസ്റ്റാൻഡിങ്ങും അല്ലേ. ഇനിയിപ്പോ നമ്മള് ചെറുപ്പത്തിൽ നിൽക്കുമ്പോ എങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഞാൻ കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല ഫ്രണ്ട്ഷിപ്സും റിലേഷൻഷിപ്സും തകരാന്ന് വെച്ചാല് അവര് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുമ്പോ നമുക്കാണ്ട് ഇഷ്ടപ്പെടാതെക്കും. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഇതേപോലെ ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് അങ്ങ് പൊട്ടിയില്ലേ? അതെ, 13 കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പാ. പെൺകുട്ടികളാ. അപ്പം ഇവക്ക് എന്താന്ന് വെച്ചാല് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ ഫ്രണ്ട്. പക്ഷെ ഇവൾക്ക് എൻ്റെ ഫ്രണ്ടിനെ ഷെയർ ചെയ്യുന്നത് ഇഷ്ടമല്ല. അതായത് ഇവക്ക് പുതിയ ഫ്രണ്ട്സ് ഉണ്ടാവുന്ന ഇഷ്ടമല്ല. പിന്നെ ബോയ് ഫ്രണ്ട് സീൻസ് ഇഷ്ടമല്ല. ബോയ് ഫ്രണ്ടിനെ വീട്ടിൽ കൊണ്ടുവരുന്ന വൻ പൊസസീവ്. എന്നിട്ട് ഈ പൊസസീവില് ഇവള് എന്റെ ഫ്രണ്ടിന്റെ ലൈഫ് അങ്ങോട്ട് ഹാർഡാക്കും. അതായത് സാധനങ്ങളൊക്കെ മനഃപൂർവ്വം എടുത്തു വെക്കുക. പിന്നെ എങ്ങനെ വന്നാലും അതായത് എന്റെ ഫ്രണ്ട് പറയും ഞാൻ വീട്ടിക്ക് വന്ന് കുറച്ചും കഴിയുമ്പോഴത്തേന് ഇവള് ഓരോന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങുന്നത് ഇത് അങ്ങനെ. എന്നിട്ട് ഇവള് പറയും ഞങ്ങള് 13 കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയതിന്റെ ശേഷം അത് അങ്ങോട്ട് സ്പോയിലായി എന്നൊക്കെയാണ് എന്റെ ഫ്രണ്ട് പറഞ്ഞത്. പക്ഷെ എന്റെ ഫ്രണ്ടിന് എനിക്ക്
അത്ര വിശ്വാസമൊന്നുമില്ല. അപ്പൊ ഞാന് മറ്റേ പെൺകുട്ടിന്റെ POV ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല. അപ്പം ഇനിയിപ്പോ ചിലപ്പോ ആ പെൺകുട്ടിന്റെ അടുത്ത് പോകുമ്പോ ചിലപ്പോ ഇവളായിരിക്കും അവിടുത്തെ ഡെവിൽ. അപ്പൊ നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ ഞാൻ കേട്ട കാര്യം ഞാൻ ഓർമ്മിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അതെ, നമ്മളത് ആകെയുള്ളൊരു ഡിഫറൻസ് എന്താന്ന് വെച്ചാല് എനിക്ക് പെട്ടെന്ന് തണുക്കും. ടെമ്പറേച്ചർ ഡിഫറൻസ് മാത്രമുള്ളൊരു എടങ്ങേറും എന്റെ കൂടെ കഴിയുമ്പോ എനിക്ക് പെട്ടെന്ന് തണുക്കും. അപ്പൊ എനിക്ക് എപ്പോഴും ഹീറ്റർ ഓണാക്കി ഇടുന്നതാണ് ഇഷ്ടം. എന്റെ ഹീറ്ററിനാണെങ്കിലും ഒരു കൊനഷ്ട സൗണ്ട് ഉണ്ടാക്കിയോണ്ടാണ് എന്റെ ഹീറ്റർ ഇവന്റെ ഹീറ്ററിനാണെങ്കിൽ ഇവന്റെ ഹീറ്റർ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ പോയ പോലെ അങ്ങനെയാണ് ഇവന്റെ ഹീറ്റർ വർക്ക് ചെയ്യാം. അപ്പോ എനിക്ക് തണുക്കും. അപ്പൊ എനിക്ക് ഹീറ്റർ വേണം. ഇവനാണെങ്കിൽ തീരെ തണുക്കില്ല. അപ്പൊ ഇവന് ഹീറ്ററിന്റെ ആവശ്യമില്ല. അപ്പൊ പിന്നെ ഇവനാണെങ്കിൽ ഹീറ്ററിന്റെ സൗണ്ട് കേൾക്കുന്നേ ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ഈ ചിലവരുണ്ടല്ലോ AC സൗണ്ട് കേട്ടാലേ ഉറക്കം വരുള്ളൂ, ഫാനിന്റെ സൗണ്ട് കേട്ടാലേ ഉറക്കം വരുള്ളൂ. അതേപോലെ എനിക്ക് ഇതേപോലെ ഈ ഹീറ്ററിന്റെ സൗണ്ട് കേട്ടാല് പെട്ടെന്ന് ഉറക്കം വരും. ഇന്നാള് ഓർമ്മണ്ട് ഞാനും നീ ഇങ്ങനെ നിക്ക അതില് ഹീറ്റർ വെറുതെ ഓണാക്കിട്ടോ. അപ്പൊ ഹീറ്ററിന്റെ സൗണ്ട് അങ്ങ് കേട്ടത് ഞാൻ എന്റെ കണ്ണിങ്ങനെ വീഴാൻ തുടങ്ങി. എനിക്ക് ആ സൗണ്ട് കേട്ടാല് വേഗം ഉറക്കം വരും. അതേപോലെ തന്നെ എനിക്ക് കൂർക്കം വലിക്കുന്ന ആൾക്കാരെ ഒരു പ്രശ്നവുമില്ല. കാരണം എന്താന്ന് വെച്ചാല് ഇതേപോലെ തന്നെ AC സൗണ്ട്, ഫാനിന്റെ സൗണ്ട്, ഹീറ്ററിന്റെ സൗണ്ട്, കൂർക്കം വലിക്കുന്ന സൗണ്ട്, ഇത് കേട്ടാലും എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും. എനിക്ക് ഈ സൗണ്ട് ഒന്നും പ്രോബ്ലം അല്ല ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ. എന്നിട്ട് ഈ സൗണ്ട് ഒക്കെ വരികയാണ് വലിയ സീൻ. പക്ഷെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഫാനിന്റെ അതായത് ഹീറ്ററിന്റെ സൗണ്ട് പിന്നെ ഞാൻ കുറച്ചൊന്ന് യൂസ്ഡ് ആയി. എന്നിട്ട് പിന്നെ സെമീറിന്റെ റൂമിലാണല്ലോ. സെമീറിന്റെ വീടിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാല് ഇത് പഴയ വീടാണ്. അപ്പം സെമീറിന്റെ ഈ കോമൺ ഏരിയാസ് ഉണ്ടല്ലോ, ഡൈനിങ് ഏരിയ, ഇതാ ഈ ഏരിയ, പിന്നെ ഇങ്ങനെ കിച്ചൺ, സ്റ്റേഴ്സ്, ഇവിടൊക്കെ ഹീറ്റിംഗ് വളരെ വീക്കാ. റൂമില് നല്ല എഫക്റ്റീവ് ആണ്. റൂമിലും വീക്കാണ്. റൂമിൽ നമ്മള് സെപ്പറേറ്റ് ഹീറ്റർ വെക്കുന്നോണ്ടാണ് എഫക്റ്റീവ് ആവുന്നത്. അപ്പൊ റൂമിൽ കുഴപ്പമില്ല, പക്ഷെ ഇവിടെ വൻ തണുപ്പാ. അപ്പൊ ചിലപ്പോ നമുക്ക് വേറെ ഇപ്പൊ കോളൊക്കെ ചെയ്യണമെങ്കിൽ ചിലപ്പോ ഞാൻ റൂമിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ചിലപ്പോ ഈ ഡൈനിങ് ഏരിയയിൽ നിന്നിട്ടേക്ക് കോൾ ചെയ്യാം. അങ്ങനെ ഒരു നൈറ്റ് ഇതേപോലെ സെമീർ ഉറങ്ങാം. അപ്പൊ എനിക്ക് കോൾ ചെയ്യണമായിരുന്നു. അപ്പൊ ഞാൻ ഇവന്റെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഡൈനിങ് ഏരിയ വന്നിട്ട് ഞാൻ കോൾ ചെയ്യാം. നല്ല ഉറക്കത്തിലാട്ടോ. അപ്പൊ നല്ല ഉറക്കാ. അങ്ങനെ ഞാൻ ലോങ് കോൾ ചെയ്തു. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 2 hours ഒക്കെ ഞാൻ സംസാരിച്ച്. അപ്പൊ ഈ കോളിന്റെ എന്റെ കഴിപ്പത്തിന് എനിക്ക് തണുത്തിട്ട് വയ്യ, ഈ ഡൈനിങ് ഏരിയയിലായോണ്ട്. അപ്പൊ ഞാൻ ഈ കോളൊക്കെ ചെയ്യുമ്പോ എന്റെ മനസ്സിലെന്താന്ന് വെച്ചാല് കോള് കട്ട് ചെയ്ത ഉടനെ റൂമിൽ പോയിട്ട് ഹീറ്റർ ഇട്ടാ സെറ്റാണ് ഇത്. എന്നിട്ട് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ വേഗം റൂമിലേക്ക് ഇങ്ങനെ തണുത്ത് പോയിട്ട് ഹീറ്റർ ഇട്ട് ഞാൻ പോയിട്ട് കിടന്നപ്പോ കിടന്നിട്ടും വൻ തണുപ്പ്. അപ്പൊ ഞാൻ ഓക്കെ ഹീറ്റർ എൻ്റെ ബെഡിന്റെ അടുത്തോട്ട് വെക്കാന്ന് വെച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് ഹീറ്റർ അൺപ്ലഗ് ചെയ്ത് എൻ്റെ ബെഡിന്റെ അവിടെ കുത്തിയപ്പോ നീ ഉണർന്ന്. അപ്പൊ അത് ബെഡിന്റെ അവിടെയാണ് പ്ലഗ് ചെയ്ത് തുടങ്ങിയത്. നീ ഉണർന്ന ഉറക്കത്തില്. അപ്പൊ നീ ഉറക്കപ്പിച്ചിലായിരുന്നു. നീ വൻ ഉറക്കത്തിലാ. നീ എന്നോട് പറയാ നീ എന്താ പറഞ്ഞേ? നീ എന്താ റൂം ചൂടായി കഴിഞ്ഞാൽ ഹീറ്റർ ഇവനോട് റൂം ചൂടായി കഴിഞ്ഞാൽ ഹീറ്റർ ഓഫ് ആക്കി കൂടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഇവ എന്നിട്ട് അങ്ങനെയാ പിന്നെയും കടന്ന്. അപ്പൊ ഞാന് എന്നിട്ട് ഞാൻ ഹീറ്റർ ഇട്ടില്ല, ഞാൻ തണുത്ത് കിടന്ന്. വൻ രസാട്ടോ ഓരോ ആലോചിച്ച് നോക്കുമ്പോ. അതെ, എക്സ്പീരിയൻസ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് എൻഡ് ചെയ്യണേ. എനിക്കും സെമീറിനും ഒരു ആർക്കേഡിലോട്ട് പോകാനുണ്ട്. അതെ. So this has been your favorite host Semir Roshan and Zaya Zakir. Peace out.